അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പമാണ്. മുട്ടക്കറിയുടെ കൂടെയും ബീഫിന്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ബൗളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ചോറാണ്. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ് ആണ്. മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. പാലപ്പമാണല്ലോ, അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ മാവ് ഇട്ട് കൊടുക്കുകയാണ്. മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് ഞാനിവിടെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, മാവ് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം മാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവൊന്ന് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മാവ് തുറന്ന് നോക്കുകയാണ്. ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. ഇത് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഹോള് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഹോള് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. ഒരു മിനിറ്റ് മതിയാവും തോന്നുന്നു. 1 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ തുറന്നു നോക്കിയാണെങ്കിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പാലപ്പം. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല ചൂട് ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം.
പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്, വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ദേ കണ്ടോ, നല്ല ഹോൾസൊക്കെ വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പാലപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.